ഹലോ, ഇന്നൊരു അടിപൊളി ബീഫിൻ്റെ ബോട്ട് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1.5 കിലോന് ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു 4-5 പ്രാവശ്യം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് 15 മിനിറ്റ് വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വീണ്ടും ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് കേട്ടോ. ശരിക്കും ഇതൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പാകത്തിന് ഐറ്റംസ് ഇട്ടിട്ട് വേവിച്ചിട്ടില്ലെങ്കിൽ സ്മെല്ല് വരും കേട്ടോ. അതായത് ചിലർക്ക് ഈ ബോട്ടി കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അത് ഇതിൻ്റെ സ്മെല്ലുകൾ വരുന്ന കാരണമാണ്. അപ്പോൾ ഞാൻ ആ കുക്കറിലേക്ക് ആ ബോട്ടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മുളകും പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ടില്ല. അതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് എന്താ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി വേവില്ല. അപ്പോൾ ഒരു വേവ് ഇങ്ങനെ റബ്ബർ കണക്കിരിക്കും. അതായത് ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് പണി ചെയ്തു, ഉപ്പിടാണ്ട് വേവിച്ചു. നമ്മുടെ ഒരു 3 വിസിൽ ഫുൾ ഫ്ലെയിമിൽ. ഞാനിപ്പോൾ എൻ്റെ ഇൻഡക്ഷൻ കുക്കറിലാണ് വയ്ക്കുന്നത്. 3 വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 4 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഞാൻ ഈ ബോട്ടി വേവിക്കുന്നത്. ഇനി ഇതിവിടെ കിടന്ന് വേവേട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കണം. പ്രത്യേകിച്ച് വലിയ മസാലകളും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മളെല്ലാ കറിക്ക് എടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അതിലേക്ക് വേണ്ടത്. 1/4 കിലോ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, പിന്നെ 1/2 സവാള അരിഞ്ഞതുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചിട്ടുണ്ട്, 4 പച്ചമുളക് നെടുകെ കീറിയിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് തക്കാളിയുടെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് എല്ലാ കറിക്കും തക്കാളി ഇട്ടിട്ട് ഇങ്ങനെ ഇടാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് കുറവാണ്. പക്ഷേ തക്കാളി ഇട്ടാലും അടിപൊളിയാണ് കേട്ടോ. ഇനി സാധാരണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാളയും ചെറുള്ളിയും നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇടുക. അതുപോലെ തന്നെ അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു തക്കാളി മുറിച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത്, അതായത് നമുക്കറിയാലോ ഒരു പാകം ഉണ്ട്. അത് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച്, ഞാൻ അളവ് പറഞ്ഞില്ല കേട്ടോ, കാരണം എനിക്കൊരു കൈക്കണക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു കൈക്കണക്കിലാണ് ഞാൻ അതിൽ മസാലകൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം കുട്ടികളുള്ള വീടാണ്. അങ്ങനെ അതൊരു സൈഡിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് നന്നായി വേവിച്ച് വെച്ച്, അതായത് ഈ ബോട്ടി അത്യാവശ്യം ഇങ്ങനെ സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടായിരുന്നു. സ്പോഞ്ച് പോലെയല്ല, ജസ്റ്റ് ഒരു പറച്ചിലാണ്. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ഒരു ബോട്ടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് വറ്റിച്ചെടുത്തു കേട്ടോ. ഉപ്പിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കുറച്ച് കുരുമുളക് ചതച്ചത് ഇട്ടിട്ടുണ്ട്. ആരും കുരുമുളകൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കുരുമുളകൊക്കെയാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിള്ളേർക്ക് കൊള്ളിയും പൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് ചാറും അതേപോലെ തന്നെ കുറച്ച് ബോട്ടിയുടെ പീസുകളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് വറ്റിച്ചെടുക്കണില്ല കേട്ടോ. നന്നായി വറ്റിച്ചിട്ട് ഇങ്ങനെ നല്ല ഫ്രൈ രൂപത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ ചോറിനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ഫ്രൈ രൂപത്തിലാക്കി കഴിഞ്ഞാൽ ചോറിലേക്ക് പിന്നെ ഞാൻ വേറെ കറി ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ പാകത്തിൽ ഞാൻ നിർത്തണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ, ലൈക്ക് അടിക്കണം. പിന്നെ എല്ലാവരും ഈ ഡിഷൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.